പെൺകുട്ടിയെ ആരോ കിഡ്നാപ്പ് ചെയ്ത് കാറിൽ കൊണ്ടുപോവുകയായിരുന്നു. അവൾ രക്ഷയ്ക്ക് വേണ്ടി കൈ പുറത്തേക്കിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. പുറകെയിലുണ്ടായിരുന്ന വണ്ടിയിലുള്ള സ്ത്രീ അത് കണ്ടായിരുന്നു. അവർ പോലീസുമായിട്ട് കണക്ട് ചെയ്തു. അങ്ങനെ നമ്പർ പ്ലേറ്റ് അവർ പറഞ്ഞു കൊടുത്തു. പോലീസ് ആ നമ്പർ വെച്ച് നോക്കിയപ്പോൾ അതൊരു വയസ്സായ സ്ത്രീയുടെ ആയിരുന്നു. സദാ പെൺകുട്ടിയെ അറിയിക്കുകയും ചെയ്തു. അവൾ ഓവർടേക്ക് ചെയ്ത് നോക്കുകയാണ് അതിനകത്ത് സ്ത്രീയാണോ ഇരിക്കുന്നതെന്ന്. നോക്കിയപ്പോൾ അതിനകത്ത് ഒരാണായിരുന്നു. ഇവൾ അയാളെ ഫോളോ ചെയ്യുന്ന കണ്ടിട്ട് അയാൾ പെട്ടെന്ന് വണ്ടി ഓടിച്ചു പോവുകയാണ്. അയാളുടെ റൂട്ട് മാറ്റി വേറൊരു റൂട്ട് വഴി പോവുകയാണ്. ആ പെൺകുട്ടി പിന്നെ നോക്കിയപ്പോൾ ഒരു വണ്ടിയും പുറകിലില്ല. പെട്ടെന്ന് തന്നെ അവളിനെ അടുത്ത വഴി കണ്ടുപിടിക്കണം രക്ഷപ്പെടാനെന്ന് നോക്കിയപ്പോൾ അതിനകത്തൊരു പെയിന്റ് പാട്ട ഇരിക്കുന്ന കണ്ടു. അവൾ പോകുന്ന വഴി മൊത്തം പെയിന്റ് ഒഴിക്കുകയായിരുന്നു. അവളെ കൊണ്ടുപോകുന്ന ആൾ ഇതൊന്നും അറിയുന്നില്ലായിരുന്നു. പുറകെ വന്ന ഒരു വണ്ടിക്കാരൻ അയാളോട് പറയുകയാണ് പെയിന്റ് ലീക്ക് ആകുന്നുണ്ടെന്ന്. എന്തായാലും മനസ്സിലായി അവൾ കാണിക്കുന്ന പണിയായിരിക്കും എന്ന്. ഒന്നും നോക്കാതെ തന്നെ അയാൾ ആ വണ്ടി സൈഡിലോട്ട് മാറ്റി നിർത്തുകയാണ്. അയാളത് തുറന്നതും അവൾ പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയായിരുന്നു. പക്ഷെ ഒന്നും നടക്കുന്നില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ക്ലോറോഫോം എടുക്കുകയാണ് അവളെ മയക്കി കിടത്താൻ വേണ്ടി. പെയിന്റിന്റെ കാര്യം പറഞ്ഞ് അയാളോട് ചോദിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം. ഒന്നുമില്ല, ഞാനിതൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുക, നിങ്ങൾ പൊക്കോന്ന് അയാൾ പറയും. അയാളുടെ രീതികളൊന്നും ശരിയല്ലെന്ന് തോന്നിയിട്ട് അയാൾ പോലീസിനെ വിളിക്കാൻ പോവുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അയാൾ ദേഷ്യം പിടിച്ചിട്ട് അയാളെ ഉപദ്രവിക്കുകയാണ്. അങ്ങനെ അയാൾ ബോധം കെടുകയും ചെയ്തു. പോലീസ് അങ്ങോട്ട് വരുന്നതിന് തൊട്ടു മുന്നേ തന്നെ അയാൾ ആ പെൺകുട്ടിയുമായിട്ട് മുങ്ങിയിരുന്നു.